ആസാമിലെ വനപ്രദേശത്ത് ഹീന മാൻ അതിന്റെ കുട്ടിയോടൊപ്പം പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മകനെ, ഇരുട്ടി തുടങ്ങി, നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മ, ഞാൻ കുറച്ചും കൂടി കഴിക്കട്ടെ? വേഗം കഴിക്കൂ മോനെ. അമ്മയും കുട്ടിയും വളരെ വേഗത്തിൽ തന്നെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു ചെന്നായ വരുന്നത്. ഈ മാൻകുട്ടി എന്തൊരു രുചികരമായിരിക്കും, ഇന്ന് ഇതിനെ തന്നെ ഞാൻ കൊന്നു തിന്നും. ചെന്നായ കുട്ടിയുടെ അടുത്തേക്ക് നടന്നെടുത്തു. മാൻ അതിന്റെ കുട്ടിയോട് പറഞ്ഞു, ഓടിക്കോ മോനെ, ഈ ചെന്നായ നിന്നെ കൊന്നു തിന്നും. രണ്ടുപേരും അവിടെ നിന്ന് ഓടിത്തുടങ്ങി. ചെന്നായ അവരെ പിന്തുടർന്നു. ഓടു മോനെ, ഓടിക്കോ മോനെ, വേഗം ഓട്, ഇല്ലെങ്കിൽ ആ ചെന്നായ നിന്നെ പിടിക്കും. രണ്ടുപേരും വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ചെന്നായ മാൻകുട്ടിയുടെ മേൽ ചാടി വീണത്. ആ അമ്മ, എന്നെ രക്ഷിക്കൂ! ആ അമ്മ, എന്നെ രക്ഷിക്കൂ! അമ്മ! മാൻകുട്ടി വളരെ ഒച്ചത്തിൽ കരയാൻ തുടങ്ങി. അമ്മ, എന്നെ രക്ഷിക്കൂ! ഈ കുറുക്കൻ എന്നെ കൊന്നു കളയും. അയ്യോ, ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷിക്കണേ, ഇല്ലെങ്കിൽ ആ ചെന്നായ എന്റെ കൊച്ചിനെ കൊന്നു തിന്നും. രക്ഷിക്കണേ! ആ സമയത്ത് വനത്തിലെ കൊച്ചു മൃഗങ്ങൾ അവിടെ എത്തിച്ചേർന്നു. എല്ലാ മൃഗങ്ങളെയും ഒരുമിച്ച് കണ്ടപ്പോൾ ചെന്നായ അവിടെ നിന്ന് ഓടിപ്പോയി. മോനെ, നിനക്ക് സുഖമല്ലേ? എന്റെ കുട്ടിയുടെ എത്ര രക്തമാണ് ഒഴുകിപ്പോകുന്നതെന്ന് നോക്കിയേ. നമ്മുടെ കാട്ടിൽ ഭീകരമായ മൃഗമൊന്നുമില്ല, പിന്നെ ഈ കുറുക്കൻ എവിടെ വന്നു? ഒരുപക്ഷെ അത് മറ്റൊരു കാട്ടിൽ നിന്ന് വന്നതാണോ? ആ എന്റെ കാലമ്മ! ഹേയ്, നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഈ പരിക്കേറ്റ കുട്ടിയെ ഗുരുമായുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. മുറിവേറ്റ മാൻകുട്ടിയും കൊണ്ട് എല്ലാവരും ഗുരുമാതാവിന്റെ അടുത്തേക്ക് പോയി. ഗുരുമാതാവേ, എന്റെ കുട്ടിയുടെ എത്ര രക്തമാണ് ഒഴുകി പോകുന്നതെന്ന് നോക്കൂ. ഇതിനെന്തു പറ്റി? ഒരു കുറുക്കൻ ഇവനെ ആക്രമിച്ചിരിക്കണോ അമ്മേ? പേടിക്കണ്ട, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചമേലിയാട് മുറിവേറ്റ മാൻകുട്ടിയുടെ കാലിൽ മരുന്ന് വെച്ചു കൊടുത്തതും രക്തമൊഴുകൽ നിന്നുപോയി. വേദനയും അപ്രത്യക്ഷമായി. ഗുരുമാതേ, അങ്ങ് അത്ഭുതം കാണിച്ചിരിക്കുന്നു. അങ്ങയുടെ കയ്യിൽ ജാലവിദ്യ ഉണ്ട്. ഗുരുമ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങളുടെ പക്കലുണ്ട്. നിങ്ങളൊരു മഹത്തായ അമ്മയാണ്. നിങ്ങൾ ഈ കുട്ടിയും കൊണ്ട് ഇനി വീട്ടിലേക്ക് പോവാം. ഗുരുമാതാവിനോട് നന്ദി പറഞ്ഞതിന് ശേഷം എല്ലാ മൃഗങ്ങളും തിരിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ എല്ലാ മൃഗങ്ങളും പഞ്ചായത്ത് കൂടുന്നിടത്ത് ഒരുമിച്ച് ചേർന്നു. കൂട്ടുകാരെ, നമ്മുടെ സസ്യഭുക്തമായ കാട്ടിൽ മാംസഭുക്തമായ മൃഗങ്ങളുടെ ഭീഷണി കൊടുന്നു. നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. എത്ര നന്നായല്ലേ ഗുരുമാതാവ് നമ്മളുടെ ജീവൻ രക്ഷിക്കുന്നു. ചിന്തിക്കൂ, ഗുരുമാതാവ് ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഗുരുമാതാവ് ഉള്ളത് ഭാഗ്യമാണ്, പക്ഷെ ഈ ഭീകരമായ മൃഗങ്ങളുടെ നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഈ ക്രൂര മൃഗങ്ങളോട് നമ്മൾ എങ്ങനെ എതിരിടും? നമ്മൾ നിഷ്കളങ്കരായ മൃഗങ്ങളല്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സഭയിൽ സംസാരിക്കുന്നതായിരിക്കും. ശരി, പിന്നെ നമുക്ക് നാളെ കാണാം. സഭ കഴിഞ്ഞതിന് ശേഷം എല്ലാ മൃഗങ്ങളും ഇര തേടാനുള്ള ശ്രമത്തിലായി. കുറച്ചു ദൂരം ചെന്നപ്പോൾ നമ്മുടെ ഗൗരി പശുവിന് നല്ല ഭക്ഷണം കിട്ടി. അരേ വാ, എന്ത് നല്ല ഭക്ഷണം! ഗൗരി പശു പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു പുള്ളിപ്പുലി വരുന്നു. അരെ ബാപ്പരെ, ഈ ചീറ്റ എവിടെ നിന്ന് വന്നു? ഓടാൻ പോലും നീ ശ്രമിക്കരുത്, കാരണം ഞാൻ നിന്നേക്കാൾ വേഗത്തിലോടും. ചീറ്റ ചേട്ടാ, എന്റെ പാല് കുടിക്കണമെങ്കിൽ കുടിച്ചോളൂ, പക്ഷെ എന്നെ കൊന്നല്ലേ. എന്റെ കുട്ടികൾ വളരെ ചെറുതാ. നിന്നെ കൊന്നില്ലെങ്കിൽ ഞാൻ മരിക്കും. എനിക്ക് മരിക്കാൻ ആഗ്രഹമില്ല. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗൗരി പശു വളരെ അപേക്ഷിച്ചു നോക്കി, താണികീണ് അപേക്ഷിച്ചു നോക്കി, പക്ഷെ ചീറ്റ ഒന്നും കേട്ടില്ല. പിന്നെ ഗൗരി പശു ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങി. ശരി ചീറ്റ ചേട്ടാ, എന്റെ മരണം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾ എന്നെ കൊന്നു തിന്നോളൂ. ചീറ്റ പശുവിന്റെ നേർക്ക് നടന്നെടുക്കുമ്പോൾ പശു പറയുകയാണ്, എന്താ ചീറ്റ ചേട്ടാ, നിങ്ങളുടെ കാട്ടിൽ ചാവാൻ പോകുന്നവരുടെ അവസാനത്തെ ആഗ്രഹം ചോദിക്കുന്ന പഴക്കമില്ലേ? അങ്ങനെയൊന്നുമില്ല. പറ, നിന്റെ അവസാന ആഗ്രഹം എന്താണെന്ന്. ഞാൻ അവസാനമായി ഗുരുമാതാവിന്റെ അനുഗ്രഹം നേടാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ നിന്റെ ഗുരുമ എവിടെയാണ് താമസിക്കുന്നത്? അവൾ എന്ത് ഇനത്തിൽപ്പെട്ടവളാണ്? അവരൊരു ആടാണ്. അവർ ഈ നദിയുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ആശ്രമത്തിനടുത്തൊരു നദിയുണ്ട്. ഞാൻ പശുവിനെയും ആടിനെയും കൊന്നു തിന്നും. എന്നിട്ട് നദിയിലെ വെള്ളം കുടിച്ച് എന്റെ കാട്ടിലേക്ക് മടങ്ങും. എന്താ ആലോചിക്കുന്നത് ചീറ്റ ചേട്ടാ? ഞാൻ നിങ്ങളോടൊപ്പം നടക്കാൻ തയ്യാറാണെന്ന്. ഗൗരി പശു ചീറ്റയും കൂട്ടിക്കൊണ്ട് ഗുരുമാതാവിന്റെ അടുത്തേക്ക് ചെന്നു. ഗുരുമാതാ, അങ്ങയുടെ ചരണങ്ങളിൽ പ്രണാം. പശുവിനെയും ചീറ്റയും ഒരുമിച്ച് കണ്ടപ്പോൾ ഗുരുമാതാവ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ?
പിന്നെ ഗൗരി പശു ഈ എല്ലാ കാര്യങ്ങളും ഗുരുമാതാവിനോട് പറഞ്ഞു. ഓ, അപ്പൊ നീ മരിക്കുന്നതിന് മുമ്പ് എന്റെ അനുഗ്രഹം നേടാൻ വന്നതാ? ഹാ മാതാവേ. സംഭവം മനസ്സിലാക്കിയ ഗുരുമാതാവ് ബുദ്ധി ഉപയോഗിച്ച് പശുവിനെ രക്ഷപ്പെടുത്താനുള്ള കാര്യം ആലോചിച്ചു തുടങ്ങി. ചീറ്റെ, നീ ഒരു ബുദ്ധുവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇവളെ കൊല്ലാൻ എന്തിനാണ് നീ തീരുമാനിച്ചിരിക്കുന്നത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതാണ് എന്റെ ഭക്ഷണം. ഇതിനെ കൊന്നില്ലെങ്കിൽ ഞാൻ വിശന്ന് മരിക്കും. ഇന്ന് ഇവളെ കൊന്ന് നീ വിശപ്പടക്കും. നാളെ നീ എന്ത് ചെയ്യും? നാളെ ഞാൻ വേറെ ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി തിന്നും. നാളെ വേറെ ഇരിയൊന്നും കിട്ടിയില്ലെങ്കിൽ? ചിലപ്പോൾ വിശന്നിരിക്കേണ്ടി വരും. ഞാൻ ആഗ്രഹിക്കുന്നത് നീ ഒരിക്കലും പട്ടിണി കിടക്കരുതെന്നാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ ഞാൻ ദിവസവും നിങ്ങളുടെ വിശപ്പ് വളരെ അനായാസമായി മാറ്റിത്തരാം. ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾ ഈ പശുവിനെ വെറുതെ വിടൂ. ആടേ, ഞാനൊരു മണ്ടനാണെന്ന് നീ കരുതുന്നുണ്ടോ? ഇല്ല, ഞാൻ നിങ്ങളെ ജ്ഞാനിയായി മതിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപദേശം തരുന്നത്. ശരി, അപ്പോൾ പറ, ഇന്ന് ഞാൻ ഈ പശുവിനെ ജീവനോടെ വിട്ടാൽ നീ എങ്ങനെ എന്റെ വയറ് നിറയ്ക്കും? നിങ്ങളെ ഞാൻ ഇവിടുത്തെ രാജാവാക്കി. രാജാവാക്കിക്കൊണ്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല. നോക്കൂ, ഞങ്ങളുടെ കാട്ടിൽ ശക്തിശാലിയായ ഒരു മൃഗവുമില്ല. ഞാൻ നിങ്ങളെ ഇവിടുത്തെ രാജാവാക്കാം. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ രക്ഷകനാവും. അതിനു പകരമായി ദിവസവും ഒരു പ്രാണി നിങ്ങളുടെ ഭോജനമായി എത്തും. ചീറ്റ ഗുരുമാതാവ് പറഞ്ഞത് കേട്ട് പശുവിനെ വെറുതെ വിടാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് രാജാവാകാൻ സ്വയം തീരുമാനിക്കുന്നു. ശരി, എങ്കിൽ ഇന്ന് വൈകുന്നേരം ഒരു സഭ വിളിക്കാം. കാട്ടുമക്കളെ, എന്റെ വാക്കുകൾ കേട്ട് ചീറ്റ പശുവിനെ കൊന്നില്ല. ഇത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്, ചീറ്റയെ നമ്മുടെ രാജാവാക്കിയാലോ? പക്ഷെ ഇദ്ദേഹത്തിനെ രാജാവാക്കിയാൽ നമ്മൾക്കെന്താ പ്രയോജനം? ഈ ചീറ്റ ഒരു രാജാവിന്റെ കർത്തവ്യം നിർവഹിക്കും, നമ്മുടെ എല്ലാം രക്ഷ ചെയ്യും. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷവാന്മാരായി. എനിക്ക് സമ്മതമാണ്. ചീറ്റ മഹാരാജാവ് ജയ്. വന്നാലോ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ വാസസ്ഥലം കാണിച്ചു തരാം. ചമേലിയാട് ചീറ്റയെ ഒരു ഗുഹയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മഹാരാജാവേ, ഇന്നു മുതൽ അങ്ങ് ഇവിടെ വസിച്ചാലും. രാജാവായപ്പോൾ ചീറ്റ വളരെ സന്തോഷവാനായി. മഹാരാജാവത്തിന്റെ ഭോജനം തയ്യാറാക്കൂ. കുറച്ചു സമയത്തിനകം ചീറ്റയ്ക്കുള്ള ഭോജനം അവിടെ എത്തുന്നു. ആഹാ, ഇനി എനിക്ക് പണിയടിക്കാതെ തന്നെ എല്ലാ ദിവസവും ഇതുപോലെ ഭക്ഷണം കിട്ടുമോ? ഹാ മഹാരാജാവേ, അങ്ങ് ഭോജനം ചെയ്താലും ഞാൻ വീണ്ടും നാളെ വരാം. എല്ലാ മൃഗങ്ങളും തിരിച്ചു പോകുന്നു. ചീറ്റ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് ചീറ്റയുടെ ആരോഗ്യനില വഷളാവുന്നു. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഭക്ഷണം കഴിച്ചതോടെ ചീറ്റ മോഹാലസ്യപ്പെട്ട് വീഴുന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്നപ്പോൾ ചീറ്റ കാണുന്നത് താൻ ഒരു കൂട്ടിനകത്താണെന്നാണ്. അയ്യോ, ഞാൻ എങ്ങനെയാണ് കൂട്ടിൽ കുടുങ്ങിയത്? ഹേ മൂർഖ, ഇതാണ് നിന്റെ ശരിയായ സ്ഥലം. ഇതിനർത്ഥം നീ എന്നെ ചതിച്ചു എന്നാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലപ്പോഴും ബുദ്ധി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. എന്നെ രാജാവാക്കാൻ ശ്രമിച്ച് ഈ ഗുഹയിൽ തടവിലാക്കിയത് തെറ്റാണ് ആടെ. ഈ കാട് എന്റേതാണ്. ഇവിടുത്തെ മൃഗങ്ങൾ എന്നെ ഗുരുമാതാവ് എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഇവരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാണ് ചീറ്റെ. കാട്ടിനോടുള്ള ഗുരുമാതാവിന്റെ സ്നേഹം ഓർത്തപ്പോൾ എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷവാന്മാരായി. ഗുരുവാക്കി ജയ്! ഗുരുവാക്കി ജയ്! ഹേ ഗുരുമാതാവേ, അങ്ങ് നമ്മുടെ രക്ഷികയാണ്. അങ്ങ് ഈ കാട്ടിന്റെ റാണി മാതാവായിട്ട് നമ്മെ രക്ഷിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. വേണ്ട എന്ന് പറയരുതമ്മേ. അങ്ങയെ ഞങ്ങൾ കാട്ടിലെ റാണിയായി തീരുമാനിച്ചു. ആ ഗുരുമാതാവേ, അങ്ങയുടെ ബുദ്ധിയും എന്റെ ശക്തിയും ഈ കാട്ടിന്റെ രക്ഷയ്ക്കായി അനിവാര്യമാണ് അമ്മേ. എതിർക്കരുത് അമ്മേ. ശരി, പക്ഷേ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. അങ്ങയുടെ എല്ലാ അവസ്ഥയും നമുക്ക് സമ്മതമാണ് റാണി മാതാവേ. നമ്മൾ ഭിന്നരായാൽ നമ്മൾ നശിച്ചുപോകും. കൂട്ടായ്മയുടെ പരിചയം നമ്മൾക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ ഒരുമിച്ച് നിന്നാൽ സേഫാണ്. സഹോദരന്മാരെ, ഗുരുമ പറയുന്നു നമ്മൾ ഐക്യത്തോടെ നിന്നാൽ സുരക്ഷിതരാണെന്ന്. നിങ്ങൾ എന്താണ് പറയുന്നത്? നമുക്ക് സമ്മതമാണ്. ചമേലി പറയുന്നത് എല്ലാവർക്കും നന്നായി മനസ്സിലായി. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ചമേലിയാട് കാട്ടിന്റെ രാജ്ഞിയായി. അങ്ങനെ കുറച്ചു ദിവസം പോയി. അങ്ങനെ ഒരു ദിവസം ഇര തേടി ഒരു സിംഹം ആ കാട്ടിലെത്തിച്ചേരുന്നു. സിംഹത്തിനെ കണ്ടതും എല്ലാ മൃഗങ്ങളും വളരെ ഭയചകിതരായി. ഭയന്നു വിറച്ച എല്ലാവരും ഗുരുമാതാവിന്റെ അടുത്തേക്ക് എത്തുന്നു. റാണി മാതാവേ, നമ്മെ രക്ഷിക്കൂ. ഗുരുമാ, ഞങ്ങളെ രക്ഷിക്കണേ. എല്ലാവരും എന്തിനാണ് ഇത്ര പേടിച്ചിരിക്കുന്നത്?
കാട്ടിലൊരു സിംഹം വന്നിട്ടുണ്ട് മാതാവേ. അത് നമ്മളെയെല്ലാം കൊന്നു തിന്നും മാതാവേ. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം സിംഹത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഞങ്ങൾ എന്ത് ചെയ്യും അമ്മേ? നിങ്ങളെല്ലാവരും നിർഭയരായി സിംഹത്തിന്റെ അടുത്തു ചെന്ന് ഇത്രമാത്രം പറയൂ, നിങ്ങളെക്കാളും ശക്തിശാലി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന്. എങ്കിൽ അത് ആരാണെന്ന് ചോദിച്ചാലോ? എന്നിട്ട് അതിനെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാ മൃഗങ്ങളും തിരിച്ചുപോയി സിംഹത്തിനോട് ആട് പറഞ്ഞതുപോലെ തന്നെ അങ്ങ് തിരിച്ചു പറയുന്നു. ഹേ സിംഹമേ, നീ നിന്റെ ജീവിതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇവിടെ നിന്ന് പോ. ഞാനഥവാ പോയിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ കുറഞ്ഞ? നിന്നോട് യുദ്ധം ചെയ്യാൻ നിന്നേക്കാൾ ശക്തിയുള്ള ഒരു ജീവിയെ ഞാൻ വിളിക്കാം. എന്ത് പൊട്ടത്തറടാ പറയണ നീ കുറഞ്ഞ? ഈ കാട്ടിൽ എന്നേക്കാൾ ശക്തനായ മൃഗം ആരാ? നിനക്ക് കാണണമെങ്കിൽ എന്റെ കൂടെ വാ. ഞാനൊന്ന് നോക്കട്ടെ, എന്നേക്കാൾ ശക്തനായ മൃഗം ഇവിടെ ആരാ? എല്ലാ മൃഗങ്ങളും സിംഹത്തിനെയും കൂട്ടിക്കൊണ്ട് ആടിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. ഈ ആട് എന്നേക്കാൾ ശക്തിശാലിയാണെന്നാണോ പറയണേ? ഇതിനെ ഞാൻ ഇപ്പൊ കൊന്ന് ഭക്ഷണമാക്കും. ഇതാണ് നമ്മുടെ റാണിമ. റാണിമ, ഈ സിംഹം നമ്മുടെ ശക്തനായ ജീവിയെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, വരൂ, നിങ്ങളെക്കാളും ശക്തിശാലിയെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ചമേലിയാട് സിംഹത്തിനെയും കൂട്ടിക്കൊണ്ട് കിണറ്റിനരികിലേക്ക് പോയി. ആ ശക്തിശാലി ഈ കിണറ്റിനകത്തുണ്ട്. സിംഹം കിണറ്റിലേക്ക് നോക്കിയതും തന്റെ പ്രതിബിംബം കിണറ്റിൽ കാണുന്നു. അതിനെ അവൻ വേറൊരു സിംഹമായി മനസ്സിലാക്കി. എന്നോട് പോരിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാടി. സിംഹത്തിന്റെ ഗർജനം പ്രതിധ്വനിച്ച് വീണ്ടും സിംഹത്തിന്റെ കാതിൽ വന്നു ചേരും. എന്നോട് പോരിടാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാടി. ഇതിനെ ചാലഞ്ചായി സ്വീകരിച്ച് സിംഹം കിണറ്റിലേക്ക് എടുത്തു ചാടുന്നു. ആടിന്റെ കുശലത മനസ്സിലാക്കി എല്ലാ മൃഗങ്ങളും ആടിനെ ജയ് വിളിക്കുന്നു. റാണിമാക്കി ജയ്! ഗുരുമാക്കി ജയ്! ആ ദിവസത്തിനു ശേഷം വേറൊരു അന്യമൃഗവും ആ കാട്ടിലേക്ക് ഇര തേടി വന്നിട്ടില്ല. അങ്ങനെ ആ കാട്ടിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.